വേറൊരു വീഡിയോ കണ്ടിട്ട് ഒരു ക്ലിനിക്കുമായി ബന്ധപ്പെടുകയോ അവിടെ പോയിട്ട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യാറിഞ്ഞിട്ട് അനസ്തേഷ്യ സംഭവങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷം അവരെന്തോ പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറി. അതിന് മുമ്പൊരു ക്ലിനിക്ക് പോയ സമയത്തേക്ക് അവർ കുറച്ച് ഗ്രാഫ്റ്റ് മാത്രം ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും പ്രോപ്പറായിട്ട് ഒരു കെയറിങ്ങും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ലൈറ്റായിട്ടൊരു ഇൻഫെക്റ്റഡ് ആക്ട് പോലെ ഇതൊക്കെ എടുക്കുന്നത്. ഒരിക്കലും നമ്മൾ പ്രൈസോ കാര്യങ്ങളോ നോക്കിയിട്ട് പോകരുത്. കുറഞ്ഞ പ്രൈസ് ഉള്ളവർക്ക് അങ്ങനെ. ഞാൻ സഫീർ, മലപ്പുറത്തു നിന്നാണ് വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് QTCയിലാണ്. നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടൊക്കെ പല ക്ലിനിക്കിലും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അതേപോലെ തന്നെ വേറൊരു വീഡിയോ കണ്ടിട്ട് ഒരു ക്ലിനിക്കുമായി ബന്ധപ്പെടുകയോ അവിടെ പോയിട്ട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യാറിഞ്ഞിട്ട് അനസ്തേഷ്യ സംഭവങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷം അവരെന്തോ പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറി. അങ്ങനെയാണ് ഞാൻ ഇവിടെ സജീർ ഡോക്ടറുമായി കണക്ട് ചെയ്തിട്ട് ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആക്കി നല്ല രീതിയിൽ സജീർ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സക്സസ് ആക്കി മാക്സിമം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പത്തെ എൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പറഞ്ഞു തരുന്നതിന് മലയാളം അറിയാത്ത ആളുകൾ മലയാളം പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവർ മലയാളികളല്ല. ഞാൻ ഇവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ അത്രത്തെ ഇമ്പോർട്ടൻറ്റ് ഇവിടുന്ന് മനസ്സിലാവും. ഇവിടുന്ന് അത്ര എനിക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ കറക്റ്റായിട്ട് പറഞ്ഞു തന്ന്. നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്ലിനിക്ക് നല്ല ഡോക്ടർമാരുള്ളടത്ത് ക്ലിനിക്ക് സജസ്റ്റ് ചെയ്യുക. പ്രൈസോ കാര്യങ്ങളോ നോക്കി പോവാതിരിക്കുക. നിങ്ങൾക്ക് ഇനിയൊരു ബുദ്ധിമുട്ട് ഇതിലും ഉണ്ടാവരുത്. കാരണം ഇനിയൊരു ലാസ്റ്റ് സിറ്റിംഗ് ആണ്. ഫസ്റ്റ് സിറ്റിംഗ് ഒരുപാട് വർഷം മുമ്പ് ചെയ്തുകൊണ്ടല്ലേ, ഒരു 6-8 വർഷം മുമ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന പ്രോബ്ലം. കാരണം അന്നത്തെ മെത്തേഡും ടെക്നിക്കൊക്കെ അങ്ങനെ ആയിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറി. ഇതൊക്കെ നല്ല രീതിയിൽ ഓപ്ഷനിൽ ബെറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസിലുണ്ട്. 8 വർഷം മുമ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി ഇപ്പോഴും അതുപോലെ ഉണ്ട്. ആക്ച്വലി ഈ പരിസരത്തുള്ള മുടികളെല്ലാം പോയപ്പോഴേക്കും ഈ ഒരു പാച്ച് ഇവിടെ മുടിയായിട്ട് ഇവിടെ ഒരു കട്ടായി മാറി. അത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇതൊരു ജോയിനിങ് കീപ്പ് ചെയ്യണം. ജോയിനിങ് ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് മാറും. അതിന് മുമ്പൊരു ക്ലിനിക്ക് പോയ സമയത്തേക്ക് അവർ കുറച്ച് ഗ്രാഫ്റ്റ് മാത്രം ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും പ്രോപ്പറായിട്ട് ഒരു കെയറിങ്ങും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ലൈറ്റായിട്ട് ഒരു ഇൻഫെക്റ്റഡ് ആക്ട് പോലെ ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും നമുക്ക് പറയാനുള്ളത് ലോ ഡോണർ ഏരിയ കട്ടി കുറവുള്ളവർക്കും ഇത് ചെയ്താൽ എന്തായാലും ആ ഒരു ഗ്യാരണ്ടീഡ് റിസൾട്ട്, അല്ലെങ്കിൽ വൃത്തിയുള്ള വലിയ റിസൾട്ടോ എന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് ആ അപ്പിയറൻസ് ഒന്നും മാറുക. ആ രീതിയിലേക്ക് ആർക്കും കൊടുക്കാനും പറ്റും. ഏത് ലോ ഡോണർ ഏരിയ ആണെങ്കിലും, കറക്ഷൻ കേസ് ആണെങ്കിലും, സെക്കൻഡ് സിറ്റിംഗ് കേസ് ആണെങ്കിലും, അതിന് ഫസ്റ്റ് ഒരു സ്ഥലത്തല്ല 2-3 സ്ഥലത്ത് പോയിട്ട് ഒപ്പീനിയൻ എടുത്ത് കൺസൾട്ടേഷൻ ചെയ്ത് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, എത്ര ചെയ്യാൻ പറ്റും, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എടുത്ത് ചെയ്യാന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പോൾ നമ്മളെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പ്രശ്നമൊന്നുമില്ല എന്ന് ഡോക്ടർ തന്നെ എല്ലാം ക്ലിയറായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെയ്യണം, എവിടുന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഡോക്ടറെ ആ ഒരു സംസാരത്തിലൂടെ മാക്സിമം നമുക്ക് നല്ലൊരു ഇതിലേക്ക് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു QTC ഇന്റർനാഷണൽ. ഇവിടുത്തെ നല്ലൊരു ടീമാണ്. ഡോക്ടർമാരായാലും ഇവിടുത്തെ സ്റ്റാഫുകളായാലും അടിപൊളിയാണ്. ആർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ക്ലിനിക്കാണ്.